മാരേജിന് പെൺകുട്ടിയുടെ സമ്മതം ആവശ്യമുണ്ടോ എന്നുള്ള നിലയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയാസിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ട സ്ഥലമല്ല സോഷ്യൽ മീഡിയ. അഭിപ്രായം പറയേണ്ടത് പണ്ഡിതന്മാരാണ്. സോഷ്യൽ മീഡിയസിൽ എല്ലാവരും അഭിപ്രായം പറയും, എല്ലാവർക്കും പറയണം. ആ നിലക്കാണ്. സ്വന്തമായിട്ട് അതിനെപ്പറ്റി പിടിപാടൊന്നും ഇല്ലെങ്കിലും കയറി അഭിപ്രായം പറയും. അത് അവരുടെ അഭിപ്രായം പറയുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്ഥലമല്ലല്ലോ. വളരെ വ്യക്തമാണ് പെൺകുട്ടിയുടെ സമ്മതം ചോദിക്കൽ നിർബന്ധമാണ് എന്നുള്ള കാര്യം. സമ്മതം ചോദിക്കാതെ ആരും കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് രക്ഷിതാക്കൾ ഈ വോയിസ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കിക്കോ. സമ്മതം ചോദിക്കാതെ ആരെയും കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ കല്യാണം കഴിച്ചാൽ ആ നിക്കാഹ് സ്വഹീഹും ആവുകയില്ല. ലാ തുൻകഹുൽ അയ്യിമു ഹത്താ തുസ്തഅ്മറ ലാ തുൻകഹുൽ ബിക്റു ഹത്താ തുസ്തഅ്ദന വഇദ്നുഹ സുമാതുഹ. വളരെ വ്യക്തമാണ്. വിധവയാണെങ്കിൽ സമ്മതം ചോദിക്കണം. അത് കന്യകയാണെങ്കിലും സമ്മതം ചോദിക്കണം. കന്യകയാവുമ്പോൾ മൗനം സമ്മതം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇമാം ഇബ്ൻ ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ദല്ലൽ ഹദീസു അല ഇഅ്തിബാരി ലിൽ മർഅത്തി ഫി നിക്കാഹി. നിക്കാഹിൽ പെണ്ണിൻ്റെ തൃപ്തി പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നാണ് ഹദീസിൻ്റെ ഭാഷ്യം. വ അന്നൽ ബിക്ര ലാബുദ്ദ മിൻ ഇദ്നിഹ. അത് കന്യകയാണെങ്കിലും അവളുടെ സമ്മതം അത്യാവശ്യമാണ്. ലാബുദ്ദ എന്ന് പറഞ്ഞാൽ കൂടാതെ പറ്റില്ല എന്നാണ് അർത്ഥം. വകദാലിക ലയ്യിമു. ഇനിയിപ്പോൾ വിധവയാണെങ്കിലും ഒക്കെ സമ്മതം ചോദിക്കൽ അത്യാവശ്യമാണ്. ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത്. ആ ഇൻസിഡൻ്റ് ഇങ്ങനെയാണ്: ഹൻസ ബിൻത്ത് ഖിദാം അൽ അൻസാരിയ, അൻസാറുകളിൽപ്പെട്ട ഹൻസ എന്ന മഹദി റഹ്മത്തുള്ളാഹി അലൈഹ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു പരാതിയുമായി വന്നു. പരാതി ഇതായിരുന്നു: തനിക്കിഷ്ടമില്ലാതെ തൻ്റെ കല്യാണം കഴിച്ചു ബാപ്പ എന്നുള്ളതാണ് പരാതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഈ പരാതിയുമായിട്ട് വന്നപ്പോൾ ഫറദ്ദ നിക്കാഹ, നിക്കാഹ് അസാധുവാക്കി എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഫുഖഹാക്കളുടെ അടുത്ത്, ഉലമാക്കളുടെ അടുത്ത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പെൺകുട്ടിയുടെ സമ്മതം കൂടാതെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. ഇത്തരത്തിൽ ഈ വിഷയം ശരിയാവണ്ണം മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ.